കൂട്ടുകാരെ നമസ്കാരം, സുഖമാണോ? ഇന്നാണ് ഞാൻ ശ്രീ രാജരാജേശ്വരം അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഉമേഷ് എത്തുന്നുണ്ട്. അയാൾ എനിക്ക് കമൻ്റ് ആക്കിയിട്ട് പറഞ്ഞിന് രാജരാജേശ്വരം അമ്പലം അടുത്തുണ്ട്, ആടെ പോയിക്കോന്ന് പറഞ്ഞു. അത് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. വാ നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണിച്ചതല്ലോ. ഇതാണ് ഉള്ളിൽ. എനിക്ക് ഉള്ളിൽ നടക്കുമ്പം എൻ്റെ കൂടി എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട്, മാമൻ്റെ മോള്. ഓല് വന്നിട്ട് ഇപ്പോൾ എന്താ പറയുക, ആൾക്കാർ കുറേ ഉണ്ട്, ആണുങ്ങളാണ്. പിന്നെ അവർ ഇങ്ങനെ നോക്കിയിട്ട് ഇരിക്കുമ്പം എനിക്ക് എന്തോ നാണക്കൽ പോലെ. പിന്നെ ഇവക്കും എന്തോ പോലെ വരുന്നു. ഇവരും മലയാളിയാണ്, പ്രശ്നമില്ല. പക്ഷേ ഞാനിൽ വേറെ ബ്രീഡ്, എനിക്കിൽ പ്രശ്നം വരണം. പക്ഷേ ഈ ഭാഗത്തിൽ വന്നിട്ട് ശിവൻ്റെ പ്രതിമ കണ്ട വേറെ ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ പോയിട്ട് നമുക്ക് ഒരു ആഗ്രഹം വരൂ, ഒരു എന്താ പറയുക, നല്ലൊരു സന്തോഷം വരൂ. പക്ഷേ ശിവൻ്റെ സ്ഥാനത്തിൽ വന്നിരിക്കുന്നാൽ എന്തോ ഒരു നല്ല ഫീലായിട്ട് വരും. പിന്നെ ഞാനാണ് ഒറ്റ വലിയ ശിവൻ്റെ ഭക്ത്. എൻ്റെ മനസ്സിലെ വേറെ ആളുടെ മനസ്സിൽ എനിക്കറിയില്ല. പിന്നെ ഇതിന് ഉള്ളിൽ പോകാനേ പറ്റൂ, പക്ഷേ ആടെ ഉള്ളിൽ വീഡിയോ ആക്കാനേ പറ്റില്ല, അതാ എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണ്ടേ, പറയണ്ടേ, എന്താ പറയണ്ടേ അല്ലേ, പരിചയപ്പെട്ടണ്ടേ മലയാളത്തിലല്ലേ. എൻ്റെ പേരാണ് അന്നു. ഐ എം ഫ്രോം മനാലി ബട്ട് ബിലോങ് ഫ്രോം നേപ്പാൾ. മെയ്ഡ് ഫോർ കേരള. എൻ്റെ ഭർത്താവാണ് മലയാളി. എല്ലാവരും പറയൂ പഠിക്കാൻ വേണ്ടിയിട്ടാണോ, ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണോ? പക്ഷെ അങ്ങനെയില്ല. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ, ഗോഡ്സ് ഓൺ കൺട്രിയിലെ. പിന്നെ എനിക്ക് 1.5 വയസ്സിൻ്റെ മോനുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കൂ അത്ര കൊല്ലായി ഇവിടെ വന്നിട്ട്, പിന്നെ മലയാളം എങ്ങനെ പഠിച്ചെന്ന് ചോദിക്കുക. എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു 3 കൊല്ലമായി. ഇപ്പം മാർച്ച് 6 വന്നിരിക്കുന്നാലേ എനിക്ക് 4 കൊല്ലമാവും. പിന്നെ മലയാളം എങ്ങനെ പഠിച്ചു പറഞ്ഞിരിക്കുന്നാൽ അമ്മക്ക് ഹിന്ദി അറിയില്ല, അച്ഛനെ കുറച്ച് അറിയുള്ളൂ. പിന്നെ അവരോട് സംസാരിക്കണ്ടേ. പിന്നെ മാമാമ്മ എല്ലാവരും ഉണ്ട്, അവർക്കും ഹിന്ദി അത്ര അറിയില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ബുക്കിൽ എഴുതിയിട്ട് ഇതാണോ ഹിന്ദിയിൽ ഇങ്ങനെയാണോ, പിന്നെ എന്താ പറയുക മലയാളത്തിൽ ഇങ്ങനെയാണോ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്റ്റൈലിൽ എഴുതിന്. കുറച്ച് പഠിച്ചിട്ട് പിന്നെ അമ്മയോട് സംസാരിച്ചിട്ട് അമ്മ ഇതിൻ്റെ പേരെന്നാണോ പറഞ്ഞിട്ട് എല്ലാം ചോദിച്ചിട്ടാണ് ഞാൻ മലയാളം പഠിച്ചത്. ആദ്യം വന്നിട്ട് 3-4 മാസമായിട്ട് താമസിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മനാലി പോയി. പിന്നെ മലയാളം മറന്നുപോയി പോയി. പിന്നെ തിരിച്ചാൽ വന്നിട്ട് കുറച്ച് മലയാളം പഠിച്ചിട്ട് പിന്നെ ഈ തിരിച്ച് നമ്മൾ റിപ്ലൈ കൊടുക്കൂലേ, അതാ എന്നാ പറയുക, കുറച്ച് ഡിഫിക്കൽട്ട് പോലെ ഉണ്ടായിന്. പിന്നെ ഇങ്ങനെയായിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെയായിട്ട് ഇപ്പമാണ് കറക്റ്റായിട്ട് മലയാളം പഠിച്ചിട്ട്. പക്ഷേ ഈ അധികം നമ്മൾ സ്റ്റഡി പഠിക്കുമ്പം അല്ലെങ്കിൽ ഈ ഭാഷ പഠിക്കുമ്പം നമുക്ക് പ്രാന്ത് പോലെ പിടിക്കൂലേ. അതാണ് ഇപ്പം എനിക്ക് പ്രാന്ത് പിടിച്ചിട്ട് അധികം നീ വീഡിയോ ആക്കല്ലേ ആളെ ഉണ്ട് അധികം എന്താ പറയുക, പഠിച്ചിട്ട് എനിക്ക് പറയുമ്പം കൺഫ്യൂഷൻ ആയി പോകും. പിന്നെ ഞാൻ തിരിച്ച മലയാളിക്ക് പോകുമ്പം ഞാൻ ഹിന്ദിയിലില്ല, ഞാൻ ഈ മലയാളം മിക്സ് ആക്കിയിട്ടാണ് പറയുക. ഒരു ദിവസം മനാലി പോയി, ഇടയിൽ തിരിച്ച് പോയിട്ട് മനാലി പോയിട്ട് ചെറുപയറൊക്കെ അറിയില്ലേ, ഞാൻ ആടെ പോയിട്ട് ചെറുപയർ ചോദിച്ചു. ഏട്ടാ ചെറുപയറോ? ഭയ്യ ചെറുപയർ ഹേക്ക. ഇത് ഹിന്ദിയിൽ വേറെ വേർഡാണ്. പക്ഷെ ഞാൻ ആടെ പോയിട്ട് ഭയ്യ ചെറുപയർ. പിന്നെയാണ് നോക്കുമ്പം ഞാൻ ഗൂഗിളിൽ വേഗം സെർച്ച് ആക്കിയിട്ട് അയാൾക്ക് പറയുന്നുണ്ട്, ഏട്ടാ ഇത് ദാൽ ഉണ്ടോയെന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറെ ഇപ്പം ഈ മാസം ലാസ്റ്റ് ചിലപ്പോൾ പോവും. പിന്നെ നിങ്ങൾക്ക് കാണിക്കാം എന്ന് മനാലി ഇങ്ങനെയുണ്ട്. വേറെ എന്നാ പറയാനുണ്ട്, ഒറ്റ വീഡിയോ വലുത് വീഡിയോ ആക്കിയിട്ട് പറയാലോ. ഈ പ്രാന്ത്യത്തേക്ക് ഒന്നും അറിയില്ല എനിക്കെന്തോ. ഓക്കെ, പിന്നെ ഞാൻ അമ്പലത്തെ സൈൻ്റെ കാണിച്ചിട്ട് പിന്നെ തെച്ച പോലെ കുഞ്ഞി കറിഞ്ഞുണ്ടാവും. ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടല്ലോ. ശരി, ഇതാണ് ശിവൻ്റെ പ്രതിമ. ഇതാണ് അമ്പലത്തെ ഉള്ളിൽ ചിലപ്പോൾ വീഡിയോ ഉണ്ടാക്കാനേ പറ്റില്ല, അതന്നെ ഞാൻ ഉള്ളിൽ പോകുന്നില്ല കേട്ടാ. ഇതാണ് അമ്പൽ. പിന്നെ ഓക്കെ, പിന്നെ ശരി ഗൈസ്. ഓക്കെ, പിന്നെ ശരി, നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. ബൈ. ലാസ്റ്റ് ലൈക്ക്, ഷെയർ, ഫോളോ. ബൈ.